സംസ്ഥാന സർക്കാരിനെതിരെ നാഴികയ്ക്ക് 40 വട്ടം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മാത്യു കുഴൽനാടനും, പിന്നെ ഒപ്പം അവർക്ക് ഓശാന പാടിയ മാധ്യമങ്ങളും. എന്നാൽ ഈ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മനോരമ എടുത്തു പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ഒരു കോടതി വിധി ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA ശമ്പളാനുകൂല്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി അവർക്കൊരു സന്ദേശം അയച്ചിരുന്നു. ആ സന്ദേശം ഡാറ്റ ചോർച്ചയാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. ചില ആളുകൾ അതിന് കേസ് കൊടുക്കുകയും ഹർജിക്കാരെ സെക്രട്ടേറിയറ്റിലുള്ള അസോസിയേഷന്റെ, കോൺഗ്രസ് അനുകൂല അസോസിയേഷന്റെ നേതാക്കൾ ഉൾപ്പെടെ പരാതി കൊടുക്കുകയും കോടതി അത് പരിഗണിച്ച ശേഷം കോടതി പറഞ്ഞു അതിനകത്ത് ഡാറ്റ ചോർച്ചയില്ല. സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ സംവിധാനത്തിലൂടെ അവരെ അറിയിക്കുന്നത് എന്ത് തെറ്റാണ് എന്നാണ് കോടതി ചോദിച്ചത്. ഈ കോടതി വിധി ചില പത്രങ്ങളൊക്കെ മുൻപേജിൽ അടിച്ചു. ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോട് കൊടുത്തു. മനോരമ അകത്തെ പേജിലാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. മനോരമ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതാണ് ഈ സ്വകാര്യ വിവരങ്ങൾ ചോരുന്നത്, ഡാറ്റ മോഷണമല്ല, അല്ലെങ്കിൽ പ്രശ്നമല്ല. ആ ഹെഡിങ് വായിക്കുമ്പോൾ അതിനകത്ത് തന്നെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഹെഡ്ലൈൻ പ്രയോഗമാണ് മനോരമ നടത്തിയിട്ടുള്ളത്. ഞാൻ മനോരമയെ വിമർശിക്കാനൊന്നും ആളല്ല. ഞാനും മനോരമയിൽ ജോലി ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ മനോരമയെ വിമർശിക്കുകയല്ല ഉദ്ദേശിച്ചത്, പത്രങ്ങളുടെ ഒരു രീതി പറഞ്ഞതാണ്. മാധ്യമ രംഗം അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ ഇടത് സർക്കാരിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്ന കാര്യം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി പ്രധാനപ്പെട്ട ചില കേസുകളൊന്ന് പരിശോധിക്കാം. കെ ഫോണിന്റെ ഇടപാട്, കെ ഫോൺ ടെൻഡർ നടപടികൾ, അതുമായി ബന്ധപ്പെട്ട കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. പക്ഷെ അത് കോടതി എടുത്ത ചവറ്റുകൊട്ടയിൽ തള്ളി. രണ്ടാമത് കിഫ്ബി മസാല ബോണ്ട്, അതിനെക്കുറിച്ചും വിവാദമുണ്ടായി. അതും കോടതിയിൽ പോയി കോടതി എടുത്ത് ദൂരെ തള്ളി. ഇനിയുള്ളത് നവകേരള സർവേ. അത് വലിയ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ ജനങ്ങളിലെത്തിക്കാൻ സർക്കാർ ഫണ്ട് വിനിയോഗം നടത്തുന്നു. സർക്കാർ അങ്ങനെ അവരുടെ PR വർക്കായിട്ടാണ് ഇത് നടത്തുന്നത് എന്നൊക്കെയായിരുന്നു വിമർശനം. പക്ഷേ സർക്കാരിന് അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആളുകളിൽ എത്തിയിട്ടുണ്ടോ എന്ന് സർവേ നടത്തുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങളില്ലെന്ന് കോടതി പറഞ്ഞതോടുകൂടി ആ ആരോപണത്തിന്റെയും കൂമ്പടഞ്ഞു. അടുത്തത് സ്പ്രിംഗ്ലർ. കോവിഡ് സമയത്ത് രോഗികളുമായി ഉറ്റബന്ധം പുലർത്തുന്നവരുടെയും ഒക്കെ ഡാറ്റ ശേഖരിക്കാനും കൃത്യമായ ചികിത്സ വളരെ വേഗം എത്തിക്കാനും പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കാനും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആശ്രയിച്ച ഒരു ഏജൻസിയാണ് സ്പ്രിംഗ്ലർ. അത് കൊണ്ടുവന്നപ്പോഴാണ് രമേശൻ ഡാറ്റ ചോർച്ച ആദ്യം പറഞ്ഞത്. ആ ഡാറ്റ ചോർച്ചയുടെ പിൻപറ്റിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കോടതി അടി കിട്ടിയത്. അതിന്റെ ആദ്യം സ്പ്രിംഗ്ലറിന്റെ ക്ഷീണം മാറുന്നതിന് മുന്നേ തന്നെ അടുത്ത ഡാറ്റ ചോർച്ചയുമായി കോടതി പോയപ്പോഴാണ് കോടതി അടി അടിച്ചു കൊടുത്തത്. കരണക്കുറ്റിക്ക് തലക്കിട്ട് അടിക്കുന്ന പോലെയാണ് അടി കൊടുത്തത് പ്രതിപക്ഷ നേതാവിനും ചെന്നിത്തലയ്ക്കുമൊക്കെ. സ്പ്രിംഗ്ലറിനും ആ സമയത്തും കോടതിയിൽ പോയി കോടതി പറഞ്ഞു ഡാറ്റ ശേഖരിക്കാതെ എങ്ങനെ ഈ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് അത് കോടതി ദൂരെ തള്ളി. അടുത്ത നമ്മുടെ സംസ്ഥാനത്തെ ഹൈവേകളിലും അതുപോലെ തന്നെ ജംഗ്ഷനുകളിലുമൊക്കെ ഗതാഗത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗതാഗത നിയമം ലംഘിക്കുന്നവരെ പിടിക്കാനും അതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഒക്കെ AI ക്യാമറകൾ സ്ഥാപിച്ചു. അതിനകത്ത് കെൽട്രോണിന് കാശ് കൊടുക്കരുത്, സർക്കാർ ഏജൻസിയാണ് കെൽട്രോണിന് കാശ് കൊടുക്കരുതെന്ന് വരെയുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഇത് അഴിമതിയാണ്, സർവത്ര അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു പ്രതിപക്ഷം. അവിടെയും കനത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വന്നത്. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയിൽ പോയി അടി കിട്ടിയ സംഭവങ്ങൾ. ഇത് പരിശോധിച്ചാൽ മാത്രം മതിയാകും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കൊന്നും ഒരു കഴമ്പും ഉണ്ടായിരുന്നില്ല എന്ന്. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ വെറും ഗിമ്മിക്സ് മാത്രമാണെന്ന് തെളിയിക്കുന്ന സംഭവ പരമ്പരകളാണ്, അല്ലെങ്കിൽ നിയമ പരമ്പരയാണ് ഹൈക്കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിന് കിട്ടിയ താക്കീതുകളും തലക്കടികളും എന്ന് എടുത്തു പറയാതെ ഒരു നിവർത്തിയുമില്ല.